ഹലോ ഗൈസ്, ഒരു 8 വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. ആരൊക്കെ? ഞാനും എൻ്റെ ഫ്രണ്ടും. അപ്പം ഞങ്ങൾ ഇതേപോലെ തന്നെ 8 വർഷത്തിന് ശേഷം കാണാൻ വേണ്ടിയിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് അവളുടെ കല്യാണം കൂടിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പണ്ടിങ്ങനെ കളിച്ച് വളർന്ന് അതേപോലെ ഇപ്പൊ നടന്ന് ഓടി നടന്ന് നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഇപ്പൊ നടക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ പൈസ ഇല്ല. ഇപ്പൊ നമ്മൾ സ്വന്തം എന്റെ വീട് അതല്ലേ യമുനേന്റെ വീട്, അതല്ലേ അക്കരെ യമുനേന്റെ വീടല്ലേ അവിടെ? ഇല്ലടി, ഇവിടെ എവിടെയോ അങ്ങോട്ടേക്കല്ലേ. കല്യാണ വീട്. സർപ്രൈസ് കൊടുക്കാൻ പോണ കേട്ടോ. അവക്ക് എന്റെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം നാട്ടില് വന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഒരു വേഗം പോയി, ആരെയും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ വീടെത്താനായിട്ടുണ്ട്. നമ്മളെന്തായാലും അവളുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എന്താ കല്യാണ വീടെത്തിട്ടോ. കല്യാണ വീടെത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മേനെയാണ് കാണുന്നത്. അമ്മ വന്ന് വേഗം ഹഗ് ചെയ്ത്. എവിടെ പോയി അറിയോ? പെണ്ണ വരുന്നുണ്ട്. അറിയോ എനിക്ക് വിചാരിക്കൂല. ശരിക്കും കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. അവര് എൻ്റെ അനിയത്തി വരുമെന്നാണ് വിചാരിച്ചത്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചോറും അച്ചാറും അതുപോലെ എന്താ പറയുക സാമ്പാറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മൈലാഞ്ചി ഇടാൻ നിൽക്കുമായിരുന്നു. മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്ത് എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊളാക്കി വെച്ചു എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും മൈലാഞ്ചി ഇടുന്ന ആൾ നമ്മുടെ സ്വന്തം ഷബിനെയാണ്. ഷബിന നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ. എല്ലാവരുടെയും അവിടെ ഫേമസ് ആണ് മൈലാഞ്ചി ഇടുന്ന കാര്യത്തിൽ. നമുക്കൊന്ന് നോക്കാം. മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നമ്മളിത് അമ്മേനെയും കൂട്ടിയിട്ട് എസ് ഭാരതിൽ കൽപ്പറ്റ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോഴാണ് ഇവളെ ഹസ്ബൻഡാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കുന്നത്, ബസ് ഓടിക്കുന്നത്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നമ്മളവിടെ നിന്നു. അങ്ങനെ ഈ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ എസ് ഭാരതിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.